Last contestant number 6, Tom and Renjita Ignatius. Please welcome Tom and Renjita Ignatius. എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം. ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ സ്നേഹം മാത്രം തരുന്ന ഒരു ഭാര്യയാണ്. ഇപ്പോൾ സ്നേഹവാചകം എന്നുള്ള പേരിലാണ് ഞാൻ പറയുന്നത്. കേൾക്കാൻ പറയാമോ? ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ സ്നേഹവാചകമെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഞാൻ പേര് മാറ്റണമെന്ന് വിചാരിച്ചതാണ്. ശരിക്കുള്ള പേര് രഞ്ജിത. തിരുവനന്തപുരം KG ജോർജിൻ്റെയും ജ്യോതിസിൻ്റെയും മൂത്ത മകളായി ജനിച്ചു. മിടുമിടുക്കിയായി വളർന്ന രഞ്ജിത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് അതിനുശേഷം ഇവിടെ വന്ന് ഉന്നത വിദ്യാഭ്യാസം നടത്തി ഇവിടെ പണി ചെയ്യുന്നു. കലാപരമായി വളരെ നല്ല രീതിയിൽ എൻ്റെ പടം തന്നെ വരച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കലയ്ക്ക് വേണ്ടി കൂടുതലായി മുൻതൂക്കം കൊടുക്കുന്നതും മക്കളുടെ കാര്യങ്ങളിൽ വളരെ നന്നായി കലാപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു അമ്മയാണ് രഞ്ജിത. ഞങ്ങളുടെ 2 മക്കളുടെ പേര് ജാഷുവ, മൂത്ത മോൻ 6 വയസ്സ്, ജെറമി രണ്ടാമത്തെ മകൻ. 2 പേരും ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു, മോണ്ടിസോറി സ്കൂളിൽ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ടോം ഇഗ്നേഷ്യസ്. ജനിച്ചത് ആലുവയിൽ. ത്രേസ്യാമ്മ ഇഗ്നേഷ്യസിൻ്റെയും ഇഗ്നേഷ്യസ് ജോസഫിൻ്റെയും 8ാമത്തെ മകനായി ജനിച്ചു. കേരളത്തിൽ പഠിച്ചിട്ട് പിന്നെ വാട്ടർലൂ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നിപ്പോൾ ജോലി ചെയ്യാണ്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരുപാട് നാട്ടിലെ ഓരോ കാര്യങ്ങൾ, സോഷ്യലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അപ്പോൾ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നി അച്ഛൻ അധികം കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താ അല്ല, ഞാൻ കമ്പാരിസൺ പറയായിരുന്നു. എൻ്റെ അച്ഛൻ ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് എപ്പോഴും വീട്ടിലുണ്ട് എൻ്റെ കൂടെ. കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒരു കുടുംബം ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ടും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും വ്യത്യാസമായി ചിന്തിച്ച് എനിക്ക് പെട്ടെന്ന് തോന്നും എന്താ ചെയ്യേണ്ടത്. പക്ഷെ ആ സമയത്ത് ഇച്ചിരി പതുക്കെ കാര്യങ്ങൾ ആലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് വലിയ കാര്യമായി തോന്നുന്നു. പിന്നെ വളരെയധികം ദൈവഭയം ഉണ്ട്. അത് ആ കുടുംബത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാനും പ്രാർത്ഥനയുടെ വഴി നയിക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ, ജോഷുവ, ജെറമി. ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു.